ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഓരോ മനുഷ്യൻ്റെയും ചിന്ത എങ്ങനെയാണ് സന്തോഷിക്കാൻ സാധിക്കുക, എങ്ങനെ ജീവിച്ചാൽ സുഖം കിട്ടും എന്ന അന്വേഷണമാണ്. പക്ഷേ എങ്ങനെയായാലാണ് കിട്ടുക എന്ന അറിവില്ലാത്തതിനാൽ ബാഹ്യലോകത്ത് ഓരോ വസ്തുക്കളിലും സുഖത്തെ തേടിക്കൊണ്ടിരിക്കുന്നു. തന്നുള്ളിലിരിക്കുന്ന സുഖത്തെ മറ്റു വസ്തുക്കളിൽ തിരഞ്ഞാൽ എങ്ങനെ കണ്ടെത്താനറിയും? അതിനാൽ നാം എപ്പോഴും ബുദ്ധിമോശമാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ബുദ്ധിയുള്ളവർ പറഞ്ഞു തന്നാൽ അത് അംഗീകരിക്കുകയില്ല. അതുകൊണ്ട് പറയുന്നു, സത്യമെന്താണെന്നറിഞ്ഞിട്ടുകൂടി നാം ബുദ്ധിമോശം തന്നെ ചെയ്യുന്നിതെപ്പോഴും. തേടുന്നു സന്തോഷമേ വരും എപ്പോഴും, നേടുന്നു സന്താപമേ വരും തുല്യമായി. സന്തോഷം തേടുന്നു, നേടുന്നത് സന്താപമാണ്. ഇതാണല്ലോ ഇവിടെ കണ്ടുവരുന്നത്. സന്തോഷത്തിനായി, സുഖത്തിനായി, സുരക്ഷയ്ക്കായി ചെയ്തു കൂട്ടിയ എല്ലാം തന്നെ ഇവയൊന്നും തരാൻ പര്യാപ്തമല്ലാത്ത വിധത്തിൽ നമ്മിൽ നിന്നും അകന്നകന്നു പോകുന്ന കാഴ്ചയാണ് നാം കണ്ടുവരുന്നത്. സത്യമെന്താണെന്നറിഞ്ഞിട്ടു കൂടി നാം, സത്യം എന്താണ് എന്ന് പലരും പറഞ്ഞ് തരായിയല്ല, അതിൽ വിശ്വാസം ഇല്ലായ്മയാണ്. സത്യമെന്താണെന്നറിഞ്ഞിട്ടു കൂടി നാം ബുദ്ധിമോശം തന്നെ ചെയ്യുന്നിതെപ്പോഴും. ബുദ്ധിയില്ലായ്മയാണ് പ്രവർത്തിക്കുന്നത്. സത്യം എന്താണെന്ന് പറഞ്ഞു തരാൻ ഇവിടെ ആളുണ്ട്, പക്ഷെ അത് ചെവിക്കൊള്ളാൻ ബുദ്ധി വേണ്ടത്ര വികാസമില്ല. എന്നിട്ട് ബുദ്ധിമോശമാണ് പ്രവർത്തിക്കുന്നത്. സത്യമെന്താണെന്നറിഞ്ഞിട്ടുകൂടി നാം ബുദ്ധിമോശം തന്നെ ചെയ്യുന്നിതെപ്പോഴും. തേടുന്നു സന്തോഷം, സന്തോഷമാണ് തേടുന്നത്. തേടുന്നു സന്തോഷം ഏവരും എപ്പോഴും. ഏത് മനുഷ്യനും എപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നത് സന്തോഷമായിട്ടുള്ള, സുഖമായിട്ടുള്ള ഒരു ജീവിതമാണ്. ഇതാണ് തേടുന്നു സന്തോഷം ഏവരും എപ്പോഴും, നേടുന്നു സന്താപം ഏവരും തുല്യമായി. എന്നാൽ തേടുന്നത് സന്തോഷമാണെങ്കിലും നേടുന്നത് സന്താപമാണ്. ഇതാണ് ലോകത്തിൻ്റെ സ്ഥിതി. ലോകത്തിൽ നാം ഏത് വസ്തുക്കളെ സംഭരിച്ചാലും അതിൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് മനസ്സിലാക്കി ഏതാണ് ശരിയായ മാർഗം എന്ന് അന്വേഷിച്ച് അത് കണ്ടെത്തേണ്ടതല്ലേ ബുദ്ധിയുള്ള ഒരാൾ ചെയ്യേണ്ടത്. അത് ചെയ്യുന്നില്ല, ബുദ്ധിമോശം തന്നെ പ്രവർത്തിക്കും. എത്ര പറഞ്ഞു തന്നാലും എത്ര പറഞ്ഞു കേട്ടാലും അത് അംഗീകരിക്കില്ല. താൻ ധരിച്ചു വെച്ചത് മാത്രമേ താൻ പ്രവർത്തിക്കൂ. അപ്പോൾ തേടുന്നു സന്തോഷം, നേടുന്നു സന്താപം. സന്തോഷത്തെ തേടുന്നു, പക്ഷേ നേടുന്നതോ, തനിക്ക് ലഭിക്കുന്നതോ അതിൻ്റെ പേരിൽ സന്താപം മാത്രമാണ്. ഇതാണ് നാം മനസ്സിലാക്കേണ്ട പരമസത്യം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുമ്പോൾ ഈ പരമസത്യം നമുക്ക് ബോധ്യമാവും. നമ്മളെല്ലാവരും തേടുന്നത് സന്തോഷമാണ്, പക്ഷേ നേടുന്നത് സന്താപവുമാണ്. അല്ലെന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? സത്യമെന്താണെന്നറിഞ്ഞിട്ടുകൂടി നാം ബുദ്ധിമോശം തന്നെ ചെയ്യുന്നിതെപ്പോഴും. തേടുന്നു സന്തോഷം ഏവരും എപ്പോഴും, നേടുന്നു സന്താപം ഏവരും തുല്യമായി. സന്താപം എല്ലാവർക്കും ലഭിക്കുന്നത്, സന്തോഷം തേടിയിട്ട് എല്ലാവർക്കും ലഭിക്കുന്നത് സന്താപമാണ്. ഇനി ഗൃഹകുടുംബാദികളിലേക്കൊന്ന് എടുത്തു നോക്കൂ. താൻ ഒറ്റയ്ക്കായ സമയത്ത് തനിക്കൊരിണ വേണമെന്ന് തോന്നി. അങ്ങനെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിച്ചാൽ തനിക്ക് സുഖവും സുരക്ഷയും എല്ലാമായി എന്ന് കരുതുന്നു സ്ത്രീയും പുരുഷനും. പക്ഷേ രണ്ട് ജീവന്മാർ ഒന്നിച്ച് പോരുമ്പോൾ അവരുടെ വാസനകളും ഇഷ്ടാനിഷ്ടങ്ങളും വ്യത്യസ്തമാകുമ്പോൾ പരസ്പര വിരുദ്ധമായി പെരുമാറുകയും സുഖത്തിന് പകരം ദുഃഖം അനുഭവമാവുകയും ചെയ്യുന്നു. അപ്പം പിന്നത്തെ പ്രതീക്ഷ എന്താ? ഇനിയൊരു പ്രജയുണ്ടായാൽ തനിക്ക് സുരക്ഷയാകും എന്ന്. കുട്ടിയുണ്ടാകുമ്പോൾ മറ്റൊരു ദുഃഖം അവരെ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അല്പമായ സുഖമുണ്ട്. അതാണ് അജ്ഞാനം കൊണ്ട് നമ്മെ ഓരോരുത്തരെയും ബന്ധിച്ച്
ഇവിടെ സൃഷ്ടാവ് സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു. ജ്ഞാനം നമുക്ക് എപ്പോൾ ആത്മജ്ഞാനം ഉണ്ടാകുമോ അപ്പോൾ ഈ മായയിൽ നിന്ന് മോചിതരായി ഇത്തരം കളികളിൽ നിന്ന് വിമുക്തരായി ഈ കളികളെ നോക്കിക്കണ്ട് ആസ്വദിക്കുന്ന ഒരവസ്ഥ നമുക്കും കൈവരും. കാരണത്തെ കണ്ടുകൊണ്ട് രസിച്ചിരിക്കുന്ന കാരണവരായിരിക്കാനാണ് നാം അഭ്യസിക്കേണ്ടത്. നമ്മളിപ്പോൾ കാര്യമാകുന്ന പ്രപഞ്ചത്തിൽ സത്യബുദ്ധി തോന്നിക്കൊണ്ട് ഇതിനെ വഹിച്ച് ഇതിൻ്റെ ഭാരം ചുമന്നുകൊണ്ട് കാര്യസ്ഥനായി അടിമയായി ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഉടമയായ ആൾ അടിമയായി കഴിയുന്നു. അതാണ് സത്യമെന്താണെന്നറിഞ്ഞിട്ട് കൂടി നാം ബുദ്ധിമോശം തന്നെ ചെയ്യുന്നിതെപ്പോഴും. തേടുന്നു സന്തോഷമേവരും എപ്പോഴും, നേടുന്നു സന്താപമേവരും തുല്യമായി.